നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരിലെ ജാനകി എന്ന പേര് മാറ്റണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശത്തിനെതിരെ ഹൈക്കോടതി. പേര് മാറ്റണമെന്ന് നിർദ്ദേശിക്കുന്നതിൽ വ്യക്തമായ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടു. JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശന അനുമതിയുമായി ബന്ധപ്പെട്ട് വിമർശനം തുടരുന്നതിനിടെയാണ് കോടതി ഇക്കാര്യം നിർദ്ദേശിച്ചത്. ബുധനാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമെന്നും സിനിമയ്ക്കും കഥാപാത്രത്തിനും ജാനകി എന്ന പേര് നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്നും അറിയിക്കാൻ ജസ്റ്റിസ് N നാഗരേഷ് സെൻസർ ബോർഡിനോട് നിർദ്ദേശിച്ചു. സിനിമയുടെ പ്രമേയം എന്തായിരിക്കണമെന്നും പേര് എന്തായിരിക്കണമെന്നൊക്കെ കലാകാരനോട് സെൻസർ ബോർഡ് നിർദ്ദേശിക്കുകയാണോ എന്നും കോടതി ചോദിച്ചു. മത, ജാതി, വംശപരമായ വിദ്വേഷ പരാമർശങ്ങൾ പാടില്ലെന്ന് ഫിലിം സർട്ടിഫൈ ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശം പറയുന്നുണ്ടെന്ന വാദം ഇന്നും സെൻസർ ബോർഡ് കോടതിയിൽ ഉയർന്നു. ജാനകി എന്ന പേര് എങ്ങനെയാണ് അവഹേളനമാകുന്നതെന്ന് കോടതി ചോദിച്ചു. സാംസ്കാരികവുമായി ബന്ധപ്പെട്ടത് എന്നായിരുന്നു സെൻസർ ബോർഡ് മറുപടി നൽകിയത്. എന്നാൽ ഇന്ത്യയിലെ ഭൂരിഭാഗം പേരുകളും ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരുകളാണ്. അത് ഹിന്ദുവാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മുസ്ലിം ആണെങ്കിലും 80% പേർക്കുമുണ്ട്. സിനിമയ്ക്ക് പേരിടുന്നത് കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണെന്നും കോടതി പറഞ്ഞു. നിഷ്പക്ഷമായ ഒരു പേര് ഇടാമല്ലോ എന്നാണ് സെൻസർ ബോർഡ് ഇതിന് മറുപടിയായി പറഞ്ഞത്. എന്നാൽ എന്ത് പേരിടണമെന്നും എന്തായിരിക്കണം ആശയമെന്നൊക്കെ നിങ്ങൾ നിർദ്ദേശിക്കുകയാണോ എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. അത് കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്കതിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞു. ചിത്രത്തിലെ നായികയുടെ പേര് ജാനകി എന്നും നായിക ബലാത്സംഗ അതിജീവിതയാണെന്നും നിർമ്മാണ കമ്പനി കോടതിയെ അറിയിച്ചു. ആ അതിജീവിത നീതിക്കു വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് സിനിമയിൽ ഉള്ളതെന്ന് വ്യക്തമാക്കി നിർമ്മാണ കമ്പനി സിനിമ കണ്ട് വിലയിരുത്താൻ കോടതിയെ ക്ഷണിക്കുകയും ചെയ്തു. തുടർന്നാണ് എന്തുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിക്കാനാകില്ലെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കോടതി സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകിയത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി.